തിരുവനന്തപുരത്ത് ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായി. കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രത്തിന് സമീപത്തെ കടയുടമയ്ക്ക് വെട്ടേറ്റിട്ടുണ്ട്. 6ഓളം വാഹനങ്ങളും അടിച്ച് തകർത്തിട്ടുണ്ട്. ഇതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് രാഹുൽ ജി നാഥ് നൽകും. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ഈ ഗുണ്ടകൾക്ക് കാരണമായത്? പോലീസ് എന്താണ് പറയുന്നത്? ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് കുടപ്പനക്കുന്നിലേക്ക് എത്തിയ ഗുണ്ടാസംഘം ഈ കടയിലേക്ക് എത്തുന്നത്. അവർ ആദ്യം എത്തിയതും ഇവിടെ തന്നെയാണ്. ഇവിടെ എത്തി അവർ സാധനങ്ങൾ ആവശ്യപ്പെടുന്നു, പകരം പണം നൽകുന്നു. പിന്നീടാണ് പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത്. നമ്മോടൊപ്പം വെട്ടേറ്റ കടയുടമയുണ്ട്. ചേട്ടാ, എന്തായിരുന്നു സംഭവം? നമ്മൾ സാധനം വാങ്ങിച്ച പൈസ തന്നു, എന്നിട്ട് കൊലയിൽ പഴം പിടിച്ചപ്പോൾ അത് പഴുത്തില്ല എന്ന് പറഞ്ഞത്. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ അവന്മാർ എല്ലാവരും കൂടെ അത് പിടിച്ചില്ലാതാക്കിയിട്ട് വെട്ടോത്തിയും കൊണ്ട് വെട്ടായിരുന്നു. അതായത് ആദ്യം വന്നവരെന്താ ആവശ്യപ്പെട്ടത്? ആദ്യം വന്നത് വീഡിയോ ചോദിച്ചു, അത് കൊടുത്ത് പൈസയും തന്നു. പിന്നീട് പൈസ തന്നില്ല, പഴം എടുത്തപ്പോൾ ഇത് പഴുത്തില്ല എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ സംഭവം. അതിൻ്റെ ആ കൊല അത്രയും നാശപ്പെടുത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് വെട്ടോത്തിയും കൊണ്ടുവന്ന് കട ഇപ്പോൾ വെട്ടി പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നത്. വന്ന് ആദ്യം എന്നെ വെട്ടി, 2 പേര് വെട്ടി. ഒരാളിന് വെട്ടോത്തി, ഒരാളിൻ്റെ വാള് കൊണ്ട് ഇവിടെ മുറിഞ്ഞ് വെട്ടോത്തി കൈ മുറിഞ്ഞു. വെട്ടോത്തിയുടെ ഈ മുനയുള്ള ഭാഗമല്ല, അല്ലാത്ത ഭാഗം വെച്ച് വെട്ടിയാണ് ഇത്. ഈ ആളെ കണ്ടാ അറിയാം, പക്ഷെ ഇവിടെ അങ്ങ് വന്നിട്ടുള്ളവരല്ല. അല്ല. എത്ര പേരുണ്ടായിരുന്നു? 8 പേരുണ്ടായിരുന്നു. സ്കൂട്ടർ ഒരു സ്കൂട്ടർ 4 പേരുണ്ടായിരുന്നു. 3 വണ്ടി ഉണ്ടായിരുന്നു. 2 ആക്റ്റീവ, ഒരു ബൈക്ക്. പക്ഷെ അതൊന്നും നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ആ ഒരു ഇതിൽ ഇവന്മാരെ വെട്ടും വണ്ടി നമ്പറും നോക്കാൻ പറ്റും. വലിയ മുറിവായിരുന്നു. ഇത് 4 സ്വിച്ച് ഉണ്ട്. പിന്നെ ഇത് നല്ല താഴ്ചയുണ്ട്. പേർക്ക് പോലീസ് വന്നു, മണ്ണന്തല വിളിച്ച് പറഞ്ഞാൽ അവിടെ നിന്ന് പോലീസ് വന്നു. അവർ തന്നെ ആശുപത്രി കൊണ്ടുവരും. അതായത് ഒരു പ്രകോപനവും ഇല്ലായിരുന്നു? ഒരു പ്രകോപനവും ഇല്ല. വെട്ടുകായിരുന്നു. അവര് മദ്യപിച്ചിരുന്നു, അങ്ങനെ വല്ലോ? അത് ഭയങ്കര നാറ്റമൊക്കെ ആയിരുന്നു, ഭയങ്കര സ്മെല്ലും. അമ്മയും ആ സമയത്ത് ഇവിടെ കടയിലുണ്ടായിരുന്നു അല്ലേ? ആ സമയത്ത് ഉണ്ടായിരുന്നു. എങ്ങനെ അവര് വന്നപ്പോൾ തന്നെ ഒരു പ്രശ്നം തോന്നിയിരുന്നു? പ്രശ്നമില്ല, സിഗരറ്റ് കേട്ടേ ഉള്ളൂ. ഞാൻ കൊടുത്ത് അടയ്ക്കാൻ വേണ്ടി ഇറങ്ങിയത്. കൊടുത്ത് എല്ലാം കഴിഞ്ഞാൽ ഫോൺ പേ ചെയ്യുമോ നേട്ടപ്പോഴത്തേക്ക് ഞാൻ ഫോൺ കൊടുത്ത് കൊണ്ടിങ്ങി വന്നപ്പോഴത്തേക്കാണ് പഴം വരും. മക്കളെ അത് പഴുത്തില്ല, പച്ച കഴിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ ഇപ്പം കട കൂടെ വെട്ടി നിരത്തും ഒന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു? ഈ പറഞ്ഞ 2 പേരാണോ പ്രശ്നം? 2 പേരാണ് മുമ്പ് നിന്നത്. എന്നിട്ട് അമ്മ എന്താ ചെയ്ത് തടയാൻ ശ്രമിച്ചോ? ഞാൻ അവിടെ പൂച്ച അടിക്കാർ മടൽ വെച്ചിട്ടുണ്ട്, അടുത്ത് ഒരെണ്ണത്തിന് വിഷയപ്പാടങ്ങ് ഇറങ്ങിയത്. അങ്ങനെയൊക്കെയാണ് പോയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും വെട്ടിയിട്ടേനായിരുന്നു. പോലീസിനെ വിളിച്ചു. ഉടനെ പോലീസിനെ വിളിച്ച് അദ്ദേഹത്തിനെയും കയറ്റിയിട്ട് ഉടനെ പോലീസിനെ വിളിച്ചേ വന്നു. പിന്നെ പോലീസിനെ വിളിച്ച കൗൺസിലറെ വിളിച്ച് പറഞ്ഞ് പേടിയായി. നമുക്കൊരു പേടിയായിരുന്നു ആദ്യം തന്നെ. നമുക്കിങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. കൃത്യം 9 മണിക്ക് അടയ്ക്കാൻ ഇറങ്ങിയ ഞാൻ 2-3 പേർ പാല് മിച്ചുണ്ടായിരുന്നു, അതും എടുത്തും കൊണ്ടങ്ങ് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഫോൺ പേ ഉണ്ടാകാൻ വന്ന് കേട്ടപ്പോഴത്തേക്ക് ഫോൺ പേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും ഞാൻ അറിയാനേ ഉള്ളൂ. ഞങ്ങൾക്ക് കഴിക്കുകയും ചെയ്യുന്നത് വെട്ടിയിട്ടിട്ട് ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ പൈസ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? എനിക്ക് ഇദ്ദേഹത്തിന് വിട്ടിട്ട് തന്നെയായിരുന്നു. അത് അപ്പുറത്തെ മനുഷ്യൻ കണ്ടുകൊണ്ട് നിൽക്കണം. അങ്ങനെ പറയുകയും ചെയ്ത അപ്പുറത്തെ മനുഷ്യൻ കൊടുക്കാൻ പോകണം. ഇന്നലെ വിളിച്ച് പറഞ്ഞ് എല്ലാം വന്ന് പോലീസ് വന്ന് ആശുപത്രി കൊണ്ടുപോയി ഒക്കെ ചെയ്തു. പിന്നെ ഇപ്പം പോയി പരാതി കൊടുക്കാൻ പോകും. എന്തായാലും ആ സമയത്ത് അമ്മ പ്രതിരോധിച്ചത് കൊണ്ടാണ് അവർ മടങ്ങിപ്പോയതെന്ന് പറയുന്നു. അപ്പം വലിയ ആശങ്കയാണ് ഈ നാട്ടുകാർ നേരിടുന്നത്. ബിജു VS-നൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നിരവധി വാഹനങ്ങളും ഈ ഗുണ്ടകൾ അടിച്ച് തകർത്തിട്ടുണ്ട്. അതിലൊരു ഓട്ടോറിക്ഷ അടിച്ച് തകർക്കപ്പെട്ട ഓട്ടോറിക്ഷയുടെ ഉടമ കൂടി നമുക്കൊപ്പം ചേരുന്നു പ്രതികരണവുമായി. 12 മണി സമയത്ത് ഈ പടക്കിൻ്റെ സൗണ്ട് കേട്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും എൻ്റെ മോൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ട് അവർ പോയായിരുന്നു. എൻ്റെ മകൻ അവൻ്റെ ബൈക്ക് എടുത്ത് പുറകെ പോയി ചെന്നപ്പോഴത്തേക്ക് തിരിച്ച് എൻ്റെ മകൻ അടിക്കാനായിട്ട് അവന്മാർ തിരിച്ച് വന്നപ്പോൾ അടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അതിലൊരു പയ്യൻ പറഞ്ഞു അത് നമ്മളെ ചേട്ടനാണെന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവനെ വിട്ടുവരുന്നു. ഒരു 7 പേരെന്തോ ഉണ്ടായിരുന്നു, 2 ഡിയോ വണ്ടിയിൽ, 4-3 വെച്ച്. അതെ, എനിക്ക് വേറെ ഒരു തൊഴിലില്ല, വണ്ടി ഓടിയാ ജീവിക്കുന്നത്. ഗ്ലാസ് പിന്നെ ഫ്രണ്ട് ടാപ്പെല്ലാം കുത്തി കയറി